ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ നാടൻ ഊണ് കോംബോ ആണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാടൻ ഭക്ഷണത്തിന്റെ കോംബോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ മഷ്റൂം തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടായാലും മതി കേട്ടോ. അപ്പോൾ ഇതിന് നല്ലപോലെ മണ്ണൊക്കെ ഉണ്ടാവും. നമ്മൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേണം ഇത് പാചകം ചെയ്യാൻ. ആദ്യം ഇത് കട്ട് ചെയ്യണം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നീട് നമുക്ക് വെള്ളത്തിലിട്ട് കഴുകി കൊണ്ടുവരാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് ഉണ്ടാവും, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പം ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിക്ക് കഴുകിക്കൊണ്ടുവരാം. അങ്ങനെ എല്ലാം അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിങ്ങനെ ഇളക്കിയിട്ട് കഴുകണം. എന്താ വെച്ചാൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളുമല്ലോ. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി മഷ്റൂമിൻ്റെ കൂടെ ഈ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവില്ല. വെറും മഷ്റൂം മാത്രമാകുമ്പോൾ ടേസ്റ്റ് മഷ്റൂമിൻ്റെതായ ടേസ്റ്റ് ഇല്ലല്ലോ അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇനി ഈ മഷ്റൂമിലോട്ടേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇച്ചിരി അധികം തന്നെ ഇട്ടോളൂ, മഷ്റൂമല്ലേ. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇച്ചിരി അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അങ്ങ് സെറ്റാക്കി വെച്ചു. ഇനി ഈ ചട്ടിയിലോട്ടേക്കാണ് ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഈ ചട്ടി കനിക്കുന്നതും ഈ ചട്ടിയിൽ പാചകം ചെയ്യുന്നതും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വ്യൂസ് വളരെ കുറവാണ്, ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലോട്ടേക്ക് ജീരകവും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കുരുമുളക് ഇച്ചിരി അധികം തന്നെ ആയിക്കോട്ടെ, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയാണ്, അപ്പോൾ അടിയിൽ കരിഞ്ഞൊന്നും പോകരുത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. നല്ല ചട്ടിയാണ്. ഞാൻ കനിക്കുന്നതൊക്കെ ഞാൻ അതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂണ് മുളക് പൊടിയും പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഈ തേങ്ങയുടെ കൂടി തന്നെ നല്ല പോലെ ഒന്ന് വഴറ്റുക. ഇതിലിങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് കറിയും കൂടി ആക്കാമല്ലോ. അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ആയില്ലേ. പിന്നെ ചട്ടിയിൽ വെക്കുന്നതാണ് തീയിലൊക്കെ ടേസ്റ്റ് കേട്ടോ. സ്റ്റീൽ പാത്രത്തിനേക്കാളും ചട്ടിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. വറുത്തരച്ച് വെക്കുന്ന കറിയൊക്കെ നമുക്ക് ചട്ടിയിൽ വെക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഏകദേശം ഇത് നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് മാറ്റി വെക്കാം, തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇനി അതേ ചട്ടിയിലോട്ടേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചുറ്റിലുമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ചട്ടി മുഴുവനും എണ്ണയാകുമല്ലോ. അപ്പോൾ അടിയിൽ അങ്ങനെ പിടിക്കില്ല. ഇനി എണ്ണ ചൂടായതിനു ശേഷം 1 സ്പൂണ് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പായി പോയി ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം തക്കാളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. ഇത് കുറച്ച് ചെറി ടൊമാറ്റോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ പുളി ചേർക്കില്ല കേട്ടോ. തക്കാളീൻ്റെ പുളിയായിരിക്കണം, അല്ലാതെ പുളി ഇതിൽ ചേർക്കില്ല. ഇനി കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ തേങ്ങ വറുത്തരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർത്തുണ്ടല്ലോ, തേങ്ങ വറക്കുമ്പോൾ ചേർത്തുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും മഷ്റൂമും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനും കുറച്ച് എരിവൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി എല്ലാം നല്ല പോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി തീയൽ എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാട്ടോ.
പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് മുരിങ്ങാക്കോല് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ലാന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം അങ്ങ് ഒഴിക്കണ്ട, എല്ലാം വേഗം വേവുന്നതാണല്ലോ. അപ്പം അങ്ങനെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതും ഞാൻ കനിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ചട്ടിയുടെ കൂടെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാനൊരു സാമ്പിളിന് നോക്കിയതാട്ടോ. എനിക്ക് കയ്യിൽ നിന്ന് വീണാങ്ങാനും പോയെങ്കിലും പൊട്ടിയെങ്കിലോ, അതുകൊണ്ട് ഞാൻ അത് മാറ്റി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എല്ലാം വെന്തോന്ന്. വേഗം വേവുന്നതാണെന്നല്ലോ. അപ്പൊ ഇനി ഒരു 2 മിനിറ്റും കൂടി വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അരപ്പ് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസാകാനും പാടില്ല, അതുപോലെ അധികം കട്ടിയിലും വേണ്ട. ഒരു മീഡിയം ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറി. മഷ്റൂം തീയൽ എപ്പോഴും പച്ചക്കറി തീയലൊക്കെയല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ മഷ്റൂം വാങ്ങിയാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഉപ്പിന്റെ കുറവുള്ളതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരപ്പും എല്ലാം ഒഴിച്ച് തിളച്ച് വരുന്നുണ്ട്. വാങ്ങാവുന്ന നേരത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ച കരിവേപ്പില ഇടുന്നത് നല്ലതാണ്, നല്ല ഫ്ലേവർ അല്ലേ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണയിലോട്ടേക്ക് കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, പിന്നെ കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഇതിലോട്ടേക്ക് വറുത്തിടാം. എപ്പോഴും ചെറിയ ഉള്ളി വറുത്തിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കറിക്ക്. അങ്ങനെ എൻ്റെ നാടൻ സ്റ്റൈൽ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചധികം ഇട്ടുണ്ടായിരുന്നു, മഷ്റൂം ആയതുകൊണ്ട്. അതുകൊണ്ടാണ് കറി ഇങ്ങനെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അടുത്ത റെസിപ്പി കാണാം. അടുത്തത് ഇതിന് കോംബോ ആയിട്ട് ഞാൻ കോവക്ക മെഴുക്കുവരട്ടിയും ബീട്രൂട്ട് തോരനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും കൂടി കാണിച്ചു തരാം. അപ്പൊ ഒരു കോംബോ ആവുമല്ലോ, എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തീയൽ വെക്കുമ്പോൾ മെഴുക്കുവരട്ടി, കോവക്ക മെഴുക്കുവരട്ടി വെക്കാം എന്നൊക്കെ തോന്നുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കോംബോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. കോവക്ക മെഴുക്കുവരട്ടിയും ബീട്രൂട്ട് തോരനെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. പക്ഷെ നമ്മൾക്ക് തീയലോ അല്ലെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ഒരു കോംബോ ആയിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അങ്ങനെ കോവക്ക നീളത്തിൽ അരിഞ്ഞു. അതിനുശേഷം ഉള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിക്കാം. ഇതൊക്കെ വേഗം വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ എൻ്റെ കോവക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ മലയാളികൾക്കൊക്കെ വെളിച്ചെണ്ണയാണല്ലോ എല്ലാത്തിനും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കൂടുതൽ എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ വാങ്ങാവുന്ന നേരത്തെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം വേവിച്ചിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അടുത്ത റെസിപ്പി എന്താണെന്ന് കാണാൻ. ബീട്രൂട്ട് തോരൻ. ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ അരിയാൻ വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനമാണ് ഇത്. സംഭവം നല്ലതായിരുന്നു. വേഗം നമുക്ക് ബീട്രൂട്ടോ ക്യാരറ്റോ ഉള്ളിയോ എന്താ വേണ്ടിച്ചാൽ വേഗം നമുക്ക് ഇതിന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാനിങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൊത്തി അരിയാനൊക്കെ കുറെ പ്രയാസമല്ലേ. അതിനു വേണ്ടി ഇങ്ങനത്തെ ഒക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് വേഗത്തിലും എളുപ്പത്തിലും ജോലി ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. രാവിലെയൊക്കെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ ഇങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടെങ്കിൽ വേഗം പണി തീരുമല്ലോ. അപ്പൊ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ. അപ്പൊ ബ്ലേഡ് ഉള്ളത് കാരണം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു കിട്ടും നമുക്ക്. ഇതാ കണ്ടില്ലേ, സംഭവം അടിപൊളിയാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എത്ര വേഗമാണ് ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിലോട്ടേക്ക് കടുക് ഇട്ട് കൊടുത്തു, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊലിയോടെ ഞാൻ ഇട്ട് കൊടുത്തു. എനിക്ക് മടിയായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതാ കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യരുത്.
ഇനി ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇടുമ്പം അതിൻ്റെ ഒരു മണം കിട്ടും, അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും ബീട്രൂട്ടിന്. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടോട്ടെ, എന്താ വെച്ചാൽ ബീട്രൂട്ട് മധുരമാണല്ലോ. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരവും ഉപ്പും പിന്നെ എരിവും അങ്ങനെ എല്ലാം നല്ല സെറ്റായി വരും, നല്ല തോരനായിട്ട് വരും. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ ഇങ്ങനെ തന്നെയാണ് ചേർക്കാറ് കേട്ടോ, ഞാൻ ചതച്ചിട്ട് ചേർക്കാറില്ല. ഞങ്ങളുടെ കണ്ണൂരൊക്കെ ഇങ്ങനെയാണ് ചേർക്കാറ്, കണ്ണൂർ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ടൊക്കെ നല്ലതാണല്ലോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് അല്ലേ. അപ്പം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ 3 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒട്ടും മറക്കരുതേ. വീണ്ടും ഒരു നാടൻ റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.